സീസണുകൾ കഴിഞ്ഞെങ്കിലും ഇന്നും ബിഗ് ബോസ് എങ്ങനെയാണ് എന്താണ് എന്നൊന്നും ആർക്കും അറിയില്ലേ. സ്ക്രിപ്റ്റ് അല്ലെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ആൾ തന്നെയാണോ ജയിക്കുന്നത്, അതോ ഇതിലെന്തെങ്കിലും കള്ളക്കളിയുണ്ടോ? ബിഗ് ബോസ് സീസൺ 8 പുത്തൻ അപ്ഡേറ്റ് കേൾക്കാം. അപ്പോൾ അതിനു മുന്നേ ഇഷ്ടമായാൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത സീസൺ തുടങ്ങും മുന്നേ അതിൻ്റെ ആദ്യത്തെ ചവിട്ടുപടിയായിട്ട് ഒരു സംഭവം എത്തിയിട്ടുണ്ട്. അത് ആ മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കാനുള്ള അറിയിപ്പ് പോസ്റ്റർ ഉണ്ടല്ലോ, അതൊന്നുമല്ല. സോഷ്യൽ മീഡിയയിൽ രഘുരാജ് നായർ പങ്കുവച്ച ഒരു പോസ്റ്ററാണ്. അതിൽ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒന്നല്ല, ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് കൊടുത്തിരിക്കുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 8 വേണ്ടിയിട്ടുള്ള കുറച്ച് ഓപ്പണിങ്സ് ആണ്. ഇത് വന്നപ്പോഴത്തേക്കും അതിൽ സ്റ്റോറി പ്രൊഡ്യൂസർ, റൈറ്റർ എന്നൊക്കെയുള്ള ഒരു തസ്തിക, നമ്മൾ അങ്ങനെ പറയുന്നെങ്കിലും അതൊരു ഓപ്പണിംഗ് ആണ്. അത് കണ്ടപ്പോൾ ഇതെന്താ സീരിയലാണോ, കഥ എഴുതാൻ വരെ ഇവിടെ ആളെ ആവശ്യമുണ്ടെന്ന് ഇട്ടിരിക്കുന്നല്ലോ എന്ന് ചോദിച്ചു. അതെ, സ്റ്റോറി പ്രൊഡ്യൂസർ വേക്കൻസി വരെ അതിലുണ്ട്. ഇതെന്താണെന്ന് കാര്യമായിട്ട് തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ബിക്കോസ് ഈ ഒരു പ്രൊഫഷനിലുള്ളവർക്ക് മാത്രമേ ഇത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ സാധാരണക്കാർക്ക് ഈ പറയുന്ന ഓരോ പൊസിഷൻസും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം എന്നില്ല. അപ്പോൾ ഇത് ഏഷ്യാനെറ്റ് ഡയറക്റ്റായിട്ട് ഇട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇടുന്നുണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 2 ദിവസം ഞാൻ വെയിറ്റ് ചെയ്തത്. കാരണം ഇത് എല്ലാ ഓഡിയൻസിലേക്കും എത്താൻ വേണ്ടിയിട്ടല്ല, ആ ടെക്നിക്കൽ സൈഡിലുള്ളവർക്ക് മാത്രം എത്തിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ പോസ്റ്റർ ഇട്ടതെന്ന് എനിക്ക് മനസ്സിലായി. സോ ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 8 കൊടുത്തിരിക്കുന്ന ഓപ്പണിങ്ങിൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് എഡിറ്റേഴ്സാണ്. ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരു എഡിറ്ററിനെ അല്ല, ഒരുപാട് എഡിറ്റേഴ്സിനെ ഒരു ടീമായിട്ട് തന്നെ ഇവിടെ വേണ്ടി വരും. കാരണം 24/7 നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഇമോഷണൽ ഡ്രമാറ്റിക് ആയിട്ടുള്ള എപ്പിസോഡ്സ്, ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം ഇതെങ്ങനെയാണ് എഡിറ്റ് ചെയ്ത് വരുന്നതെന്നുള്ളത്. നമ്മൾ ലൈവ് ആണെന്ന് പറയുന്നുണ്ടെങ്കിലും അതിൽ ഈ പറയുന്ന ഫൈറ്റുകൾ, ഫണ്ണി മൊമെൻറ്റ്സ്, ഇമോഷണൽ സീൻസ്, റിയാക്ഷൻസ്, ടാസ്ക് ഹൈലൈറ്റ്, ഇതൊക്കെ വെറുതെ എടുത്ത് വെച്ചാൽ, ലൈവായിട്ട് കാണിച്ചാൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ല, നമുക്കൊന്നും ഫീൽ ചെയ്യത്തില്ല. സോ പല റൂമുകളിൽ പല ക്യാമറകളിൽ നിന്ന് 1, 2, 3 എന്ന് പറഞ്ഞ് പല ക്യാമറകളിൽ നിന്നുള്ള കാര്യങ്ങളിൽ വേണ്ടത് ഏതെന്നുള്ള രീതിയിൽ എഡിറ്റ് ചെയ്ത് അതിന് മ്യൂസിക് കൊടുത്ത് ഫീല് തന്ന് നമ്മളെ ആ വിഷ്വൽസ് കാണിക്കുമ്പോഴാണ് നമ്മൾ ഈ വിഷ്വൽസിൽ നിന്ന് ആരുടെ ഭാഗത്ത് ശരി, ആരുടെ ഭാഗത്ത് തെറ്റ് എന്ന രീതിയിൽ കണ്ട് കൺഫ്യൂസ് ആക്കാൻ വേണ്ടി തന്നെ വിഷ്വൽസ് കൊടുക്കും. അത്തരത്തിൽ കൺഫ്യൂസ്ഡായി നമ്മൾ ചർച്ചകൾ ചെയ്യത്തോളൂ. സോ ബിഗ് ബോസ് എഡിറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് പ്രഷർ വർക്കാണ്. കാരണം എപ്പിസോഡ്സ് ഇങ്ങനെ ഡെയിലി കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ. 24/7 ഉള്ള വീഡിയോ, അത് ലൈവായിട്ടുള്ള ഒരു ക്യാമറയിൽ നിന്നുള്ള വീഡിയോ ആയിരിക്കത്തില്ല, അത് ഒരുപാട് ക്യാമറകളിൽ നിന്നുള്ള വീഡിയോസാണ്. അത് ഒരു ദിവസത്തെ ഒരു കംപ്ലീറ്റ് ലൈവായിട്ട് ഇങ്ങനെ കാണിക്കാൻ പറ്റണം. അപ്പോൾ അതിൻ്റെ എഡിറ്റിംഗ് എന്ന് പറയുന്നതാണ് എഡിറ്റേഴ്സ്. നെക്സ്റ്റ് പ്രൊഡക്ഷൻ മാനേജറാണ്. ഇതൊരു എൻറ്റയർ ഓപ്പറേഷണൽ സൈഡ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവരെന്താണ് കോർഡിനേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ സ്കെഡ്യൂൾസ്, പിന്നെ അതുപോലെ സ്റ്റാഫുകൾ, എക്യുപ്മെൻറ്റ്, പെർമിഷൻസ്, ബഡ്ജറ്റ്, പിന്നെ ഇവരുടെയൊക്കെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത്. നമ്മൾ ഈ ബഡ്ജറ്റ് അനുസരിച്ച് നമ്മൾ അവിടെയും കുറച്ചധികം ഈ പറയുന്ന ടീമിനകത്ത് നമ്മൾ കാണുന്നുണ്ടല്ലോ. അതായത് ഇപ്പോൾ ടാസ്കുകൾ പോലും ബഡ്ജറ്റിനനുസരിച്ചൊക്കെ കൊടുക്കുന്നതെല്ലാം മാനേജ് ചെയ്യുന്നത്, സംഭവം പറയുകയാണെങ്കിൽ പൈസ ചിലവെന്ന് പറയുന്നത് ഈ ആളായിരിക്കും വഹിക്കുന്നത്. സോ നമ്മൾ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ പൊട്ടിക്കുന്നതൊക്കെ കാണിക്കുമ്പം, അല്ലെങ്കിൽ നമ്മുടെ നെവിൻ കഴിഞ്ഞ സീസണിൽ ഓരോന്നൊക്കെ എടുത്തുകൊണ്ട് പോകാനൊക്കെ ശ്രമിക്കുമ്പം, ഇത് മാനേജ് ചെയ്യുന്ന ആളാണ് ഇതൊക്കെ അന്വേഷിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാം ഒന്നും പെറുക്കിക്കൊണ്ട് പോകാനൊന്നും ഒരു വ്യക്തിക്കും അവിടെ അനുവാദമില്ലാത്തതിൻ്റെ റീസൺ, ഇതൊക്കെ കാശ് ചിലവാക്കി വെക്കുന്ന സാധനമല്ലേ. സോ അത് മാനേജ് ചെയ്യണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് കണ്ടസ്റ്റൻസിനെ മാനേജ് ചെയ്യുന്ന കണ്ടസ്റ്റൻറ്റ് മാനേജർ. അത് ആ വേർഡിൽ തന്നെയുണ്ട്. ഇവരാണ് നമ്മൾ കാണുന്ന, നമുക്ക് ഇഷ്ടം തോന്നുന്ന അല്ലെങ്കിൽ നമ്മൾ വെറുക്കുന്നതൊക്കെ ഈ മത്സരാർത്ഥികളെ കൊണ്ട് ഈ ഷോ തുടങ്ങുമ്പോഴും അതിൻ്റെ ഇടയിലുമൊക്കെ അവരുമായിട്ട് സംസാരിക്കുന്ന ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ആൾക്കാരാണ്, ഈ ടീമാണ് പോയി സംസാരിക്കുന്നത്. അതുമാത്രമല്ല ഇവരുടെ ട്രാവൽ കോർഡിനേഷൻ, അക്കോമഡേഷൻ, സ്കെഡ്യൂൾസ്, പിന്നെ കോസ്റ്റ്യൂംസ്, അവർ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ, പിന്നെ എമർജൻസീസ് ഉണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാം. അങ്ങനെ കണ്ടസ്റ്റൻസിനെയും പ്രൊഡ്യൂസേഴ്സിനെയും ഒക്കെ അവർ തമ്മിൽ ബന്ധിപ്പിച്ച് അവരുടെ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം മാനേജ് ചെയ്യുന്നത് ഈ കണ്ടസ്റ്റൻറ്റ് മാനേജർ ആയിരിക്കും. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡെയിലി പ്രൊഡ്യൂസേഴ്സാണ്.
ഇതാണ് ഈ ഹൗസിലെ ഓരോ ദിവസവും നടക്കുന്ന സംഭവങ്ങളിൽ നിന്ന് ഏതാണ് കാണിക്കേണ്ടത് ബെസ്റ്റ് എന്ന് കണ്ടെത്തി അത് തീരുമാനിച്ച് നമ്മുടെ മുന്നിൽ കൊണ്ടുവരേണ്ടത് ഇവരാണ്. കോൺഫ്ലിക്ട്സ്, റിലേഷൻഷിപ്സ്, ഇമോഷണൽ മൊമെന്റ്സ്, സ്ട്രാറ്റജി ചേഞ്ചസ്. പിന്നെ നമ്മൾ പറയാറുണ്ടല്ലോ, അനീഷ് വന്ന പോലെയല്ല, അവൻ സ്ട്രാറ്റജിയൊക്കെ മാറ്റി പിടിക്കുന്നുണ്ട്. ഇതൊക്കെ വിസിബിളായി ആദ്യം മനസ്സിലാക്കുന്നത് ഈ ഡെയിലി സംഭവങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിയ ആ പറയുന്ന ഒരു പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരിക്കും, ഡെയിലി പ്രൊഡ്യൂസേഴ്സ്. അവരാണ് ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു മൊത്തം റിവ്യൂവും എടുക്കുന്നത്. സോ എപ്പിസോഡ് റിവ്യൂ ആദ്യം ചെയ്യുന്നത് അവരാണ്. പിന്നെ ഈ പറഞ്ഞ ടാസ്കുകളൊക്കെ ചെയ്യുമ്പോൾ അതിൽ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ളത് എന്താണ്, ടാസ്കിൽ എന്തൊക്കെ കാണിക്കണം, എന്തെങ്കിലുമൊക്കെ ബോറടിപ്പിക്കുന്ന സീനുകളൊക്കെ ആണെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റേണ്ടതൊക്കെ ഇവരുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ആദ്യത്തെ ഒരു ഡെയിലി നെറേറ്റീവ് അല്ലെങ്കിൽ ആ ഒരു റിവ്യൂ പറയുന്ന വ്യക്തി കൂടി ഈ പറയുന്ന ആളായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ടാസ്ക് ടീം ഉണ്ടായിരിക്കണം. അപ്പം ഈ ടാസ്ക് ടീമൊക്കെ എല്ലാ വർഷവും മാറി വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം എല്ലാ വർഷവും ഒരു ഐക്കോണിക് അല്ലെങ്കിൽ നല്ല കൾട്ടായിട്ടുള്ള എല്ലാ വർഷവും സംസാരിക്കാൻ പാകത്തിന് കൊള്ളാവുന്ന ടാസ്കുകളൊക്കെ അവിടെ തന്നെ വെച്ചിട്ട് പുതിയ ടാസ്കുകളൊക്കെ കൊണ്ടുവരാൻ പുതിയൊരു ടാസ്ക് ടീമിനെ കൊണ്ടുവരണം. ഇത് കുറച്ച് സിമ്പിൾ പണിയായിട്ടൊക്കെ തോന്നും, ടാസ്ക് കൊടുത്താൽ മതിയല്ലോ എന്ന്. പക്ഷേ കൊടുക്കുന്ന ടാസ്ക് നമുക്കിഷ്ടം ഉണ്ടാവണം, ആ തരത്തിൽ. അതായത് ഓഡിയൻസിൻ്റെ ഇടയിൽ ഈ ടാസ്ക് അടിപൊളിയായിരിക്കണം. പിന്നെ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാത്ത വെറും ഒരു സിമ്പിൾ ടാസ്ക് കൊടുത്താൽ പറ്റത്തില്ല. ആക്ടിവിറ്റീസ്, ഗെയിംസ് എല്ലാം ഡിസൈൻ ചെയ്യണം. ഫിസിക്കൽ ടാസ്ക് ഉണ്ട്, ഇമോഷണൽ ചലഞ്ചസ് ഉണ്ട്, പിന്നെ ഒരു ടീമായിട്ടുള്ള ഗെയിംസുകളുണ്ട്, ക്യാപ്റ്റൻസി ടാസ്ക് ഉണ്ട്, ലക്ഷറി ബഡ്ജറ്റ് ടാസ്ക് ഉണ്ട്. അങ്ങനെ എന്തോരമാണ് ഡെയിലി ടാസ്കുകളൊക്കെ. കഴിഞ്ഞ സീസണിൽ ഡെയിലി ടാസ്ക് ഭയങ്കര കുറവായിരുന്നു. തുടക്കമൊക്കെ ഉള്ള ആ ഒരു ടാസ്കുകളൊന്നും പിന്നെ അങ്ങോട്ട് ഉണ്ടായിട്ടേ ഇല്ല. സോ ആ ഒരു ആവേശം പിടിച്ചു നിർത്തി തുടക്കം തൊട്ട് അവസാനം വരെയും ഈ ടാസ്കുകൾ കൊടുക്കാൻ പറ്റണം. അതിൻ്റെ ഇടയിൽ വലിയ വലിയ അപകടങ്ങളൊന്നും ഉണ്ടാകരുത്. ഇതൊക്കെ നോക്കി ചെയ്യേണ്ടത് ഈ ടീമായിരിക്കും. ഇനി ആർക്കും അധികം മനസ്സിലാവാത്തൊരു സംഭവമായിരുന്നു ലോഗർ ടീം. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹിഡൻ ജോബാണ് അത്. ഇത്തിരി പാടുള്ള പണിയാണെന്ന് കൂടി പറയാം. കാരണം എന്ന് വെച്ചാൽ ഈ ലോഗർ ടീമാണ് കംപ്ലീറ്റ് ലൈവ് ഫൂട്ടേജസ് വാച്ച് ചെയ്ത ശേഷം ഓരോ ഇമ്പോർട്ടൻറ്റ് മൊമെൻറ്റ്സും നോട്ട് ചെയ്യണം. അങ്ങനെ വെറുതെ നോട്ട് ചെയ്താൽ പോരാ, ആ ടൈം ലാബ്സ് ഉൾപ്പെടെ അവരത് നോട്ട് ചെയ്യണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം 2:43 അനിമോൾ അടുക്കളയിൽ കരയാൻ തുടങ്ങി, ഇത് ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കണം. 4:12 PM ഗാർഡൻ ഏരിയയിൽ ഇപ്പോൾ അനീഷും ആദിലയും അടി ഉണ്ടാക്കാൻ തുടങ്ങി, ഇത്തരത്തിൽ നോട്ട് ചെയ്യണം. എഡിറ്റേഴ്സിനും പ്രൊഡ്യൂസേഴ്സിനും ഒക്കെ പെട്ടെന്ന് ഇമ്പോർട്ടൻ്റ് സീൻസ് ഒക്കെ എടുത്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ, അവർക്ക് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ഇത് വളരെ ഉപകാരമായിരിക്കും. മാത്രമല്ല ഈ പാർട്ടുകളൊക്കെ വെച്ചിട്ടാണ് നമ്മളെ ഓഡിയൻസിനെ പിടിച്ചിരുത്തുന്ന പ്രമോ ഉണ്ടാക്കാനും മറ്റു പല കാര്യങ്ങൾക്കും ഒക്കെ യൂസ് ചെയ്യുന്നത്. അവിടെ എന്തൊരു ടോക്ക് സംഭവിച്ചിട്ട് ബിഗ് ബോസിനകത്ത് മത്സരാർത്ഥികൾ നീ ഇന്നലെ അത് എന്നോട് പറഞ്ഞു, സത്യമായിട്ട് നീ എന്നോട് പറഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ ലാലേട്ടൻ്റെ മുന്നിൽ അതൊരു ഡിസ്കഷനായിട്ട് വരികയാണെങ്കിൽ, ഇന്നലെ അത് പറഞ്ഞിരുന്നോ, ആ പൊസിഷൻ എന്താണ്, എവിടെയാണ് നടന്നത്, ഏത് ക്യാമറയാണ്, ആ ടൈം എപ്പോഴാണ്, ഇതൊക്കെ നോക്കേണ്ട ഒരു വ്യക്തി ഉണ്ടായിരിക്കും. ഇനി എല്ലാവരും സംശയിച്ച ആ ഒരു പൊസിഷൻ, സ്റ്റോറി പ്രൊഡ്യൂസർ. ഈ ബിഗ് ബോസിൽ വരുന്ന ഓരോരുത്തരും അതിൽ വന്ന ശേഷം ഒരു കഥ തന്നെയാണ് ഉണ്ടാക്കുന്നത്. കോണ്ടന്റ് ക്രിയേഷൻ എന്നത് ഒരു കഥയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങളൊരു 30 സെക്കൻഡ്സ് മാത്രമുള്ളൊരു റീൽ കാണുന്നുണ്ടെന്ന് വെച്ചോ, അതിൽ വരെ ഒരു കഥയുണ്ടായിരിക്കും. അപ്പോൾ ഈ സ്റ്റോറി പ്രൊഡ്യൂസേഴ്സ് അതിലെ ഓരോ മത്സരാർത്ഥികളുടെയും ജേർണീസ് ട്രാക്ക് ചെയ്ത ശേഷം അവരുടെ ഒരു ഇമോഷണൽ ആർക്ക് അനുസരിച്ച് അവർക്കൊരു കഥ കൊടുക്കും. അതിൻ്റെ ഒരു ത്രൂ ഔട്ട് ദ സീസൺ അവർക്കൊരു കഥയുണ്ടായിരിക്കും. ഫ്രണ്ട്ഷിപ്പ്, പരസ്പരമുള്ള ശത്രുത, ക്യാരക്ടേഴ്സിൻ്റെ ഗ്രോത്ത്, ലവ് ആംഗിൾസ്, പബ്ലിക് പെർസെപ്ഷൻസ്, പൊളിറ്റിക്കൽ കറക്റ്റൻസ്, ഇതെല്ലാം വെച്ചിട്ട് ഒരു കഥ ഉണ്ടാക്കണം. ചിലപ്പോൾ കഥ ഉണ്ടാകുന്നതായിരിക്കാം, ചിലപ്പോൾ ഉണ്ടാക്കി എടുക്കുന്നതായിരിക്കാം. കാരണം നമ്മൾ ഓഡിയൻസ് എങ്ങനെയാണോ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് അതനുസരിച്ച് ലീഡ് ചെയ്ത് കൊണ്ടുപോകണം. സോ ദിസ് ജോബ് ഇസ് ടു അണ്ടർസ്റ്റാൻഡ് ദ സ്റ്റോറി ഡെവലപ്പിംഗ് ഇൻസൈഡ് ദ ഹൗസ്. ബിഗ് ബോസ് ഹൗസിനകത്തെ സ്റ്റോറി അത് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ആ സ്റ്റോറി. ഫോർ എക്സാമ്പിൾ, നമ്മുടെ അനിമോളുടെ ഒരു ക്വിക്ക് സ്റ്റോറി ഞാൻ പറയട്ടെ. ഒരു വീട്ടിലേക്ക് അനിമോൾ വലിയ പ്രതീക്ഷയോടെ കയറി ചെല്ലുകയാണ്. അവളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ചിരിയും കളിയും കുട്ടിത്തവും ഒക്കെ കൊണ്ട് ആ വീട് ഭയങ്കര ഹാപ്പിയാക്കി കൊണ്ടുപോകണം എന്നൊക്കെയാണ്. അപ്പോൾ ബിഗ് ബോസിൽ അവിടെ ചെന്നപ്പോഴത്തേക്കും കുറച്ച് പൊട്ടത്തരമൊക്കെ കാണിക്കണം. കാര്യവിവരമൊക്കെ ഉള്ള ആളാണെങ്കിലും കുറച്ച് പൊട്ടത്തരവും മണ്ടത്തരവും ഒക്കെ കാണിച്ച് എല്ലാവരെയും കയ്യിലെടുക്കണം, ബിഗ് ബോസിനകത്തുള്ളവരെയും പുറത്തുള്ളവരെയൊക്കെ കയ്യിലെടുക്കണം എന്ന് പറഞ്ഞ് വലതുകാല് വെച്ച് കയറുകയാണ്. സോ അവിടെ ചെല്ലുമ്പം ഈ അനിമോളുടെ കൂടെയുള്ള കൂട്ടുകാരൊക്കെ എന്ന് പറയുന്നത് അനിമോളെ ഭയങ്കരമായിട്ട് ആദ്യമേ ജഡ്ജ് ചെയ്യുന്നുണ്ട്.
തന്നെക്കാൾ കൂടുതൽ അല്ലെങ്കിൽ നമ്മളെയൊക്കെക്കാൾ കൂടുതൽ ഓഡിയൻസ് സപ്പോർട്ട് ഈ അനിമോൾക്കായിരിക്കും. കാരണം അനിമോൾക്ക് ഭയങ്കര ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് ഉണ്ട്. അനിമോൾ എന്തോ വലിയ സംഭവമാണ്. അപ്പോൾ ഓൾറെഡി അനിമോൾക്ക് ഒരു നല്ല വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അനിമോളെ കുറച്ചൊന്ന് ഫോക്കസ് ചെയ്ത് കളിക്കണം, അനിമോളെ നെഗറ്റീവ് ആക്കണം. ഓഡിയൻസിൻ്റെ ഇടയിൽ അനിമോൾ മോശക്കാരി ആയാലേ നമുക്ക് വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് കിട്ടത്തുള്ളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരിങ്ങോട്ട് അനിമോൾക്ക് നേരെ അമ്പെയ്യാൻ തുടങ്ങുന്നു. സോ അങ്ങനെ അനുഭവിച്ച് വരാൻ തുടങ്ങിയപ്പോൾ അനിമോൾക്ക് തന്നെ മനസ്സിലായി ഇവരെല്ലാവരും തന്നോട് ഭയങ്കര മോശമായിട്ടാണ്, അല്ലെങ്കിൽ തനിക്കിവിടെ പറ്റുന്നില്ല. ആ തമാശയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു ഉത്തരവാദിത്തമുള്ള ഒരു സ്ത്രീയായിട്ട് പെരുമാറാൻ തുടങ്ങുകയാണ് അനിമോൾ. അപ്പോൾ അനിമോളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ മാക്സിമം മറ്റുള്ളവർ തന്നെ കുറ്റപ്പെടുത്തും, തന്നെ ആക്രമിക്കും എന്ന് മനസ്സിലാക്കി അനിമോൾ കുട്ടിത്തരമൊക്കെ മാറ്റിവെച്ച് ഒരു നല്ല രീതിയിൽ ഭയങ്കര സീരിയസ് ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ നല്ല പേര് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. പിന്നെ ഒരു പേടി വരുന്നുണ്ട്, എല്ലാവരും തന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, പുറത്ത് തനിക്ക് നെഗറ്റീവ് ആണോ അത് പേടിച്ചിട്ട് അനിമോൾ അവിടെ ഒരു പേടിയും പിന്നെ ഒരു സെൻറ്റിമെൻറ്റ്സ് സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്ത് ടെൻഷൻ അടിച്ച്. അപ്പോൾ ഈ സ്റ്റോറി അനിമോളുടെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും നമ്മൾ ഓഡിയൻസിന് അനിമോളെ ചുമ്മാ എല്ലാവരും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അനിമോൾക്ക് സപ്പോർട്ട് കൂടുതൽ കൊടുക്കാം എന്നുള്ള രീതിയിലേക്ക് ഓഡിയൻസ് വഴിമാറുന്നതനുസരിച്ച് അതിനകത്ത് അടുത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ അനിമോൾ അവിടെ കുറച്ച് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. അവിടെ ആദില, നൂറ, അനീഷ് ഇവരുമായിട്ടൊരു സറൗണ്ടിങ്സ് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഇവരൊന്നും വലിയ പ്രശ്നക്കാരല്ല. അങ്ങനെ അനീഷുമായിട്ടുള്ള ആ ഒരു കൂട്ടുകെട്ട് പതുക്കെ 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 അനീഷ് അതൊരു പ്രണയാഭ്യർത്ഥനയായിട്ട് കൊണ്ടു ചെല്ലുമ്പം അവിടെ ആ സ്റ്റോറി അനിമോളുടെ സ്റ്റോറിയിൽ ഒരു ലവ് സ്റ്റോറി ക്രിയേറ്റഡ് ആവുന്നുണ്ട്. അപ്പോൾ ഫൈറ്റിന് ശേഷം ഉണ്ടാകുന്ന ഒരു ലവ് സ്റ്റോറി. സോ അവിടെ ഒരു കൺക്ലൂഷൻ ഉണ്ടാകുന്നുണ്ട്. അനിമോൾ അതിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നതെന്ന് നോക്കുന്നുണ്ട്. സോ നമ്മുടെ ഒരു ഹ്യൂമൻ സൈക്കോളജിയിൽ ഈ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ആദ്യം ഇവരുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നു, ഭയങ്കര ഹാപ്പി ആയിട്ട് തുടങ്ങുന്നു, ഒരു കോൺഫ്ലിക്റ്റ് സംഭവിക്കുന്നു, പ്രശ്നങ്ങൾക്ക് ശേഷം പ്രണയം ഉണ്ടാകുന്നുണ്ട്, പ്രണയത്തിന് ശേഷം വീണ്ടും അത് പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ട് മാറുന്നുണ്ട്, ദെൻ ഒരു കൺക്ലൂഷൻ വരുന്നുണ്ട്. ഈ പാറ്റേൺ ഫീൽ ചെയ്യാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മുടെ തലച്ചോറിന് എപ്പോഴും ഈ പാറ്റേണിൽ ജീവിക്കാൻ, ആ ഒരു കണ്ടുവന്ന ആ ഒരു ഫീലിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കാൻ നമുക്കിഷ്ടമാണ്. ജനിക്കുന്നു, പഠിക്കുന്നു, കല്യാണം കഴിക്കുന്നു, ജോലിയൊക്കെ മേടിക്കുന്നു, കുട്ടികളെയൊക്കെ സമ്പാദിക്കുന്നു, അല്ലെങ്കിൽ കുട്ടികളെയൊക്കെ ജനിപ്പിക്കുന്നു, വീണ്ടും അവരുടെ ലൈഫ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകുന്നു. ഇത്തരത്തിൽ ഇങ്ങനെ ചിന്തിക്കാൻ മാത്രമേ നമ്മുടെയൊക്കെ തലച്ചോറിന് പറ്റത്തുള്ളൂ. അതല്ലാതെ ഒരു പുതുവഴി വെട്ടാൻ അല്ലെങ്കിൽ മാറ്റി ചിന്തിക്കാൻ എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് ചെയ്യാനൊക്കെ നല്ല പ്രയാസമാണ്. ഇങ്ങനെ ചെയ്യുന്നത് മാത്രമല്ല, ഇത് ചെയ്യുന്ന ഒരാളെ കാണുന്നതും പ്രയാസമാണ്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചധികം സ്ഥിരമായിട്ടുള്ള കുറച്ച് ടീച്ചർ, ഡോക്ടർ അങ്ങനെയൊക്കെയുള്ള ജോലികൾ മാത്രമേ നമ്മുടെ സമൂഹം അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. പുതുതായിട്ട് എന്തെങ്കിലും ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറഞ്ഞൊരു ജോലിയൊക്കെ വരുമ്പോഴത്തേക്കും ആദ്യം ഒന്ന് മുഖം ചുളിക്കും. കോണ്ടന്റ് ക്രിയേറ്ററോ, അല്ലെങ്കിൽ നീ എന്തോന്നോ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുന്നത് എന്തൊരു ജോലിയാണോ എന്ന് ചോദിക്കുന്ന ലെവലിലേക്കൊക്കെ ആൾക്കാർ ചിന്തിക്കുന്നത് അതുകൊണ്ടാണ്. സോ ഇത്തരത്തിലൊരു സ്റ്റോറി അനിമോൾക്ക് മാത്രമല്ല അനീഷിനുണ്ട്, ആദില, നൂറ ഇവർക്കുണ്ട്, അക്ബറിനുണ്ട്, ഇങ്ങനെ എല്ലാവരിലും പോകും. ഇങ്ങനൊരു സ്റ്റോറി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കാത്തൊരു മത്സരാർത്ഥിയാണ് അവിടെ ഉള്ളതെങ്കിൽ തുടക്കമേ അവർ എലിമിനേറ്റഡ് ആകും, എവിക്റ്റ് ആകും. സോ ഇപ്പോൾ മനസ്സിലായല്ലോ. ഇനി ക്രിയേറ്റീവായിട്ടുള്ള ഒരു ടീം ഉണ്ടായിരിക്കും. ആ ടീം എന്ന് പറയുന്നത് ഒരു അഡ്വർടൈസിങ് ഏജൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്കാണ് ക്രിയേറ്റീവ് ടീം എന്ന് പറയുന്നത്. ഇവരാണ് ഓവറോൾ കോൺസെപ്റ്റ് ആൻഡ് പ്രസൻറ്റേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. മാത്രമല്ല പ്രൊമോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഐഡിയാസ്, തീംസ്, വിഷ്വൽ കോൺസെപ്റ്റ്സ്, ബ്രാൻഡിങ്, പിന്നെ എപ്പിസോഡ് ഫീൽ ചെയ്യുന്ന തരത്തിൽ അല്ലെങ്കിൽ ഓഡിയൻസിനെ എൻഗേജ് ചെയ്യുന്ന തരത്തിൽ ഇതൊക്കെ ചെയ്യുന്നത് ഈ പറയുന്ന ക്രിയേറ്റീവ് ടീമായിരിക്കും. ഇപ്പോൾ മൈത്രി എന്ന് പറയുന്ന ഒരു ആഡ് ഏജൻസി വഴിയിട്ടാണ് ഇവരുടെ ഈ പ്രൊമോ വീഡിയോസും, അത് തുടക്കത്തെ പ്രൊമോ വീഡിയോസും മാത്രമല്ല, പകരം എനിക്ക് തോന്നുന്നു നമ്മൾ ഈ എപ്പിസോഡിൻ്റെ പ്രൊമോ വീഡിയോസും ഇവർക്ക് കണക്ഷൻസ് ഉണ്ട്, അഡ്വർടൈസിങ് ഏജൻസിക്ക് ഉണ്ട് ബന്ധം. പക്ഷെ അതിൻ്റെ കോണ്ടന്റുകളൊക്കെ പിക്ക് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ക്രിയേറ്റീവ് ടീം ആയിരിക്കും. ദെൻ റൈറ്റർ ടീം, നമ്മുടെ സീരിയൽ കഥയാണോ എന്ന് ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് പറയാം, സംഭവം വേറൊന്നുമല്ല. ഈ പറയുന്ന റൈറ്റർ ടീമായിരിക്കും ഹോസ്റ്റിൻ്റെ സ്ക്രിപ്റ്റ്, പ്രൊമോയ്ക്ക് വേണ്ടിയിട്ടുള്ള ലൈൻസ്, നമ്മൾ യൂട്യൂബിൽ കാണാറുള്ള ടൈറ്റിലിൻ്റെ വേർഡ്സ് ഒക്കെ ഇല്ലേ, പിന്നെ നറേഷൻസിനെയൊക്കെ അത് സപ്പോർട്ട് ചെയ്യുന്നത്, ദെൻ ടാസ്കിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിക്കുന്നത്. അതായത് നമ്മളവിടെ കുറേ അധികം റൈറ്റിങ്സ് വരുന്നുണ്ടല്ലോ, ഓരോ സമയത്തും ഓരോ കാർഡിലായിട്ട് ഇങ്ങനെ വരും. ഇന്ന് ബിഗ് ബോസിൻ്റെ ഒരു അറിയിപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എല്ലാ റൈറ്റിങ്സും എഴുതി കൊടുക്കുന്ന ഒരു റൈറ്റിംഗ് ടീം ഉണ്ടായിരിക്കും.
ഇങ്ങനെ ലാലേട്ടൻ പറയേണ്ടത് വരെ ഈ റൈറ്റിംഗ് ടീംസ് എഴുതും. പക്ഷെ ലാലേട്ടൻ ഇത് കോപ്പി അടിച്ചിട്ട് കാണാപ്പാടം പഠിച്ചിട്ട് പറയുന്നതൊന്നുമല്ല. ലാലേട്ടന് ഓവറോൾ ഐഡിയ ഉണ്ടായിരിക്കും, ആരെന്തൊക്കെ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ചെയ്തു എന്നൊക്കെ ഉള്ളത് ലാലേട്ടനും മനസ്സിലാക്കി കണ്ടിട്ടൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് എവിക്ഷൻ ടീമാണ്. എവിക്ഷൻ ടീമാണ് ഇതിനകത്ത് എലിമിനേഷൻ പ്രോസസ്സുകളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും. അവരുടെ വർക്ക് എന്ന് പറയുന്നത് വോട്ടിങ്ങിനെ കോർഡിനേറ്റ് ചെയ്യുക, കണ്ടസ്റ്റന്റിന്റെ മൂവ്മെന്റ്സിന്റെ അവരുടെ പ്ലാനിങ് ഒക്കെ മനസ്സിലാക്കുക. പിന്നെ അവരാണ് ആ സ്റ്റേജ് കോർഡിനേഷൻസും പിന്നെ സീക്രസി ഒക്കെ മാനേജ് ചെയ്യുന്നത്. പിന്നെ ഇവർ എവിക്റ്റ് ആയതിനു ശേഷമുള്ള ആ ഒരു എക്സിറ്റ് പ്രോസസ്സ് ഒക്കെ ഉണ്ട്, ഇതൊക്കെ മാനേജ് ചെയ്യുന്നത് ഇവരാണ്. ഇങ്ങനെ എല്ലാം ഒരു ടീമായിട്ടാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, അതായത് ഇപ്പം ഒരുപാട് പൊസിഷൻസ്, ഇപ്പോൾ 10 പൊസിഷൻസ് നിങ്ങൾ കേട്ടു, ഇതൊക്കെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, ഇന്നത്തെ ആഗ്രഹമൊക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ പൊതുവെ ഒരു മീഡിയ ഫീൽഡിൽ, അതായത് ഇപ്പോൾ മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം പഠിച്ചവർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ മുൻഗണന വരുന്നത്. അതുപോലെ ജേർണലിസം ഒക്കെ ഇപ്പോൾ ഡിപ്ലോമ ആയിട്ട് ചെയ്യാൻ പറ്റും. മൾട്ടിമീഡിയ, മാസ് മീഡിയ പ്രൊഡക്ഷൻസ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് ഒക്കെ പഠിച്ചവരുണ്ട്. അതുപോലെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും പിന്നെ അതുപോലെ ടെക്നിക്കൽ നോളജ്, ഓരോ ടൂൾസുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ അറിയണം. അതേ നിങ്ങൾക്ക് അറിയാമെന്ന് നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. പിന്നെ ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയ ത്രൂ ഉണ്ടായി വന്ന ഒരു പൊസിഷനാണ് കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയുന്നത്. നിങ്ങളൊരു ഇൻഫ്ലുവൻസർ ആണ്, നിങ്ങൾ സ്വന്തമായിട്ട് കോണ്ടന്റുകളൊക്കെ ചെയ്ത് നല്ല ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന ഒരു ദിവസത്തേക്കുള്ള സ്റ്റോറി ഈ ഒരു സംഭവത്തിൽ നിന്ന് ഒപ്പിയെടുത്ത് നിങ്ങൾക്കത് അങ്ങനെ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. അങ്ങനെ സർട്ടിഫിക്കറ്റ് നോക്കിയെടുക്കുന്ന കാലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, കഴിവിനാണ് വാല്യൂ ഒക്കെ ഉള്ളത്. സോ മാക്സിമം വേഗത്തിൽ ഈ ഒരു പൊസിഷൻസിൽ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പ്രതീക്ഷയോടെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. പിന്നെ നമുക്ക് എന്തായാലും നല്ലൊരു ടീം തന്നെ ഈ ഒരു സീസണിൽ ഉണ്ടാവട്ടെ. കാരണം കഴിഞ്ഞ സീസൺ എന്തായാലും ആരും മറക്കില്ല. അത് മാത്രമല്ല ഒരു നല്ലൊരു സീസൺ ആയിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ബിഗ് ബോസ് സീസൺ 7 കഴിഞ്ഞതിന് ശേഷം അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് തോന്നുന്നത്. Okay then, keep supporting. I'm Safana. You're watching Bigg Boss Grandma and subscribe the channel and follow both Instagram and Facebook channels. Okay. Bye bye. Comments okay. Okay.